ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ സൂപ്പർ ലീഗ് കേരള. നിങ്ങളുടെ ടി വി മോണിറ്ററിന്റെ ഇടത്തു നിന്നും വലത്തേക്ക്, ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്, ഹോം ടീം കണ്ണൂർ വാരിയേഴ്സ് ഇടത്തു നിന്നും വലത്തേക്ക് ചുവന്ന ജേഴ്സിയിൽ, നിങ്ങളുടെ ടി വി മോണിറ്ററിന്റെ വലത്തു നിന്നും ഇടത്തേക്ക്, ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ്, നീല ജേഴ്സിയിലാണ് എവേ ടീം തിരുവനന്തപുരം കൊമ്പൻസ്. മിനിറ്റ് ആദ്യ കോർണർ കണ്ണൂർ, നെബിൻ ദാസ് അതൊരു ഷോർട്ട് കോർണർ എടുക്കുന്നു. മനോജ് തൊട്ടില്ല എന്ന മട്ടിലാണ് ആ ഹെഡർ രണ്ടാം പോസ്റ്റിനെ ഉരുമ്മി പോകുന്നത്. കരീം ഷാമിന്റെ ഒരു ഗോൾ ശ്രമമാണ് നമ്മൾ കണ്ടത്. ഓൾറെഡി ഒരു ഗോൾ വേണമെങ്കിൽ ഒരു സ്കിൽഫുൾ ആയിട്ട് ഒന്ന് കറക്കിയിടാൻ അത് അടിക്കാനാണ് ശ്രമിച്ചത്. പകരം ഒന്ന് പ്ലേസ് ചെയ്ത് പൊക്കിയിടാൻ ശ്രമിച്ചിരുന്നെങ്കിലോ. കൊമ്പന്റെ ത്രോയിൻ പവർഫുൾ ചാൻസ്. ബോക്സിനകത്ത് റൊണാൾഡ് സ്റ്റിൽ കൂട്ടപ്പൊരിച്ചിലാണ്. സ്റ്റിൽ ഇൻസൈഡ് ദി ബോക്സ്. കണ്ണൂർ വാരിയേഴ്സിന്റെ ബോക്സിനകത്ത് ഒരു കൂട്ടപ്പൊരിച്ചിലിന്റെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചതിനൊടുവിൽ 22-ാം നമ്പർ ജേഴ്സിയാണ് ഞാൻ മുഹമ്മദ് ജാസിമിന്റെ ബോക്സിന് വെളിയിൽ നിന്നുള്ള ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി പാഴാവുകയാണ്. വീണ്ടും ഒരു മുന്നേറ്റം. ഓട്ടമറ ബോക്സിന് വെളിയിൽ തട്ടി വീഴ്ത്തുകയാണ് വികാസ് സൈനി. ഫ്രീ കിക്ക് തിരുവനന്തപുരം കൊമ്പൻസിനാണ്. നല്ലൊരു മുന്നേറ്റം ഓട്ടമറുടെ ഭാഗത്ത് നിന്ന്. വീണ്ടും നമ്മൾ തുടർച്ചയായ ഒരു പ്രസ്സിംഗ് കാണുകയാണ്. ഒടുവിൽ വികാസിന്റെ ഒരു ടാക്കിളാണ്. ഓട്ടമർ പവർഫുൾ ഷോട്ട്, ഒരു പവർ സ്ട്രൈക്കിന് തന്നെയാണ് ശ്രമിച്ചത്. ലോ ഡ്രൈവ്, നമ്മൾ പൈൽ ഡ്രൈവർ എന്നൊക്കെ പറയും സാധാരണ ഈ ലോ ഡ്രൈവിന്. ഇറ്റ് ഇസ് കോൾഡ് ദ പൈൽ ഡ്രൈവർ. അത് കറക്റ്റ് ബ്ലോക്കിൽ തട്ടി പൊളിഞ്ഞു. നെബിൻ ദാസ് നമ്പർ 7 ഫോർ കണ്ണൂർ. ഗുഡ് ഇന്റർസെപ്ഷൻ. അല്ലെങ്കിൽ ആ ഡയഗണൽ ബോൾ ഡേഞ്ചർ ബോളാണ്. ഏതായാലും മനോജ് ഉണ്ട്, ഓവർലാപ്പിംഗ് ഡിഫൻഡർ മനോജിന്റെ ഗ്രൗണ്ട് ബോൾ. വാട്ട് എ മിസ്. ഷിജിൻ ഓപ്പൺ ചാൻസ് ആണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇറ്റ്സ് എ ബട്ടർ ലൈക്ക് പാസ്. ഇറ്റ്സ് എ ബട്ടർ ലൈക്ക് പാസ്. ആദ്യ കളിയിൽ തിരുവനന്തപുരത്ത് കണ്ണൂരിന് വേണ്ടി കൊമ്പനെതിരെ ഒരു ഗോൾ, ആദ്യ ഗോൾ നേടിയതും ഷിജിൻ തന്നെയായിരുന്നു. ഇവിടെ ഗുഡ് ഷോട്ട്, സർപ്രൈസിങ്. ഇതാണ് വേണ്ടത്. അൺഎക്സ്പെക്റ്റഡ് ആംഗിളിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ ഷോട്ട് എടുക്കുക. വളരെ സ്ട്രാറ്റജിക്കലി പുറകിൽ നിന്ന് വന്ന പ്ലെയർ ആ പന്തിന് ഓടി, അതുകൊണ്ട് അത് ഓൺ സൈഡായി നല്ല രീതിയിൽ. പക്ഷെ അത് ക്രോസ് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് മാത്രം. മനോജിന്റെ ടാക്ലിംഗ് ആണ് കണ്ടത്. ക്ലിയർ ടാക്ലിംഗ് ആണ്. കണ്ണൂർ മറൈനേഴ്സ് കഴിഞ്ഞ വർഷത്തെ ആ വിഷമം മുഴുവനും കഴിഞ്ഞ മത്സരത്തിൽ തീർത്തിട്ടുണ്ട്. സോ അഗൈൻ ദേ ആർ ഹിയർ. വീണ്ടും ഒരു ലോങ് റേഞ്ചർ. ഒരു ഷോട്ട് കോർണർ, ഒരു ഡിഫറൻറ്റ് കോർണർ ആണ് എടുത്തത്. ഇപ്പോഴും കാണാം അത് വന്ന് കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ. എബിൻ ദാസ് ആണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. നല്ല ഒരു പന്ത് തന്നെയാണ്. ഗോൾ കീപ്പറെ ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിച്ചു. സെക്കൻഡ് പോസ്റ്റിലേക്ക് ആ പന്ത് താണിറങ്ങുന്ന പരുവത്തിലാണ് ഉബൈദിന്റെ തലയുടെ മുകളിലൂടെ ആ പന്ത് പറന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല ഓവർലാപ്പിങ്. ത്രോയിൻ സറീഫ് ഖാന്റെ ത്രോയിൻ ആണ്. കൊമ്പന്റെ ത്രോയിൻ ബോക്സിനകത്തേക്ക്. ഓട്ടമർ അവിടെ വീണ്ടും ഒരു ഫൗളാണ്. ഇത്തവണ റൊണാൾഡാണ് താഴെ വീണിരിക്കുന്നത്. റെഫറി യെല്ലോ കാർഡ് വെളിയിലെടുക്കുന്നു. ഡിഫൻഡർ മനോജിന് യെല്ലോ കാർഡ് കിട്ടുകയാണ്. മനോജിന്റെ വീണ്ടും ഒരു ഡേഞ്ചറസ് ബോളാണ് മനോജ് നൽകുന്നത്. ഇവിടെ നിദാലിന് എതിർ ഗോൾ കീപ്പർ അനാവശ്യമായി ഒബ്സ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചതിനാണ് നിദാൽ സയ്യിദ് എന്ന കണ്ണൂർ മിഡ്ഫീൽഡർക്ക് ഈ യെല്ലോ കാർഡ് കാണേണ്ടി വന്നിരിക്കുന്നത്. കണ്ണൂരിന്റെ മുന്നേറ്റം. അവിടെയും ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യുകയാണ്. ഓട്ടമറ തന്നെയാണ് തട്ടി വീഴ്ത്തുന്നത്. ലൗസാംബ യെല്ലോ കാർഡ് വാങ്ങുന്നു. സോ യെല്ലോ കാർഡ് വാങ്ങുന്നവരുടെ എണ്ണം കണ്ണൂർ നിരയിൽ വർദ്ധിക്കുന്നു. ക്യാപ്റ്റൻ ലൗസാംബ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലാണ്. വളരെയധികം ശ്രദ്ധിക്കണം. പാട്രിക് മോട്ട പക്ഷേ
അത് നേരെ കണ്ണൂരിൻ്റെ ഡിഫൻഡർ ശക്തമായി ഒരു ഡിഫൻസീവ് ഹെഡറിലൂടെ അപകടം ഒഴിവാക്കി ടീമിനെ രക്ഷപ്പെടുത്തുകയാണ്. മറുഭാഗത്ത് ആ പന്ത് പിടിച്ചെടുത്ത കൊമ്പൻ്റെ ലോങ് പാസ് യാതൊരു ഫലവും കാണാതെ പുറത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഇടവേള വിസിലും മുഴങ്ങുകയാണ്. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ ദ ജവഹർ സ്റ്റേഡിയം ഇൻ കണ്ണൂർ. ഇറ്റ് ഈസ് കണ്ണൂർ വാരിയേഴ്സ് FC നിൽ തിരുവനന്തപുരം കൊമ്പൻസിൽ. കാത്തിരിക്കാം ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് വേണ്ടി. സ്വാഗതം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക്. ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുന്നു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 17 രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ണൂർ വാരിയേഴ്സ് വേഴ്സസ് തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം നിലവിൽ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുന്നു. കണ്ണൂർ നിൽ തിരുവനന്തപുരം നിൽ. നല്ലൊരു തിരുവനന്തപുരം കൊമ്പൻ നമ്പർ 22 മുഹമ്മദ് ജാസിം കണ്ണൂർ വാരിയേഴ്സിനെ നിശബ്ദരാക്കി, ജവഹർ സ്റ്റേഡിയത്തിനെ സൈലന്റ് ആക്കി. തിരുവനന്തപുരം കൊമ്പൻ സ്കോർ ചെയ്യുന്നു. കോർണർ, ഫാർ പോസ്റ്റിലേക്ക് പോയ കോർണർ, അവിടെ ഹെഡറിന് വേണ്ടി റണ്ണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോങ് റേഞ്ച്, ഓ വാട്ട് എ ഷോട്ട് മാൻ, ഗംഭീര ലോങ് റേഞ്ചർ. പെനാൾട്ടി ബോക്സിന്റെ വെളിയിൽ നിന്നും ഒരു കിടിലൻ ലോങ് റേഞ്ചർ. ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് അത് പോയത്. ഇപ്പൊ തീർച്ചയായിട്ടും കണ്ണൂരിന്റെ ഓരോ മുന്നേറ്റങ്ങളെയും ഇപ്പൊ നിലവിൽ നല്ലൊരു ലോങ് റേഞ്ച് ട്രൈ ഫ്രം ദ ജേഴ്സി നമ്പർ 7 എബിൻ ദാസ് ഫോർ കണ്ണൂർ. ലോങ് റേഞ്ചർ, ലോങ് റേഞ്ച് ഹിയർ. മറുഭാഗത്ത് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടി ഒരു ലോങ് റേഞ്ച് ട്രൈ ആണ്. മനോജിന്റെ ഒരു ക്രോസ് ബോൾ, ഓ ബ്രില്യന്റ് ഫുട്ബോൾ. പക്ഷേ ഫാർ പോസ്റ്റിലേക്ക് വന്നത് സിനാൻ ആണെന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. മനോജിന്റെ ക്രോസ്, കഴിഞ്ഞ കളിയിലെ ഗോൾ സ്കോറർ സിനാൻ വരുന്നു സെക്കൻഡ് പോസ്റ്റിലേക്ക്. പക്ഷേ സിനാന്റെ സ്ലൈഡിംഗ് ഗോൾ ശ്രമം വെളിയിലേക്ക് പോയി പാഴാവുകയാണ്. നല്ലൊരു മുന്നേറ്റം, 3-man മൂവ്. ഓട്ടോമാർ സെന്ററിലേക്ക് നല്ലൊരു പാസ്, ആൻഡ് ഓ റൊണാൾഡ്. അവിടെയും ഓട്ടമർ അല്പം സ്ലോ ആണ്. ഓട്ടമർക്ക് പന്ത് കിട്ടുമ്പോ കണ്ണൂരിന്റെ ഒരു ഡിഫൻഡറും ട്രിവാൻഡ്രത്തിന്റെ 3 അറ്റാക്കേഴ്സും ആണ് ഉണ്ടായിരുന്നത്. 3 vs 1. റൊണാൾഡിന്റെ നല്ലൊരു ടേൺ. റൊണാൾഡ് പന്തുമായി മുന്നേറുകയാണ്. റൊണാൾഡ് ഫോർ ട്രിവാൻഡ്രം, റൊണാൾഡ് ഫോർ കൊമ്പൻ, റൊണാൾഡ്. തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂരിൽ രണ്ടാമത്തെ വെടിയും പൊട്ടിക്കുകയാണ്. കൊമ്പന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തുമാണ്. സോ കണ്ണൂർ സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി കൊമ്പൻ രണ്ടാമത്തെ ഗോൾ നേടുന്നു. നമ്പർ 27 ജേഴ്സിയിൽ ഷാഫിഖാണ് ആ യെല്ലോ കാർഡ് ലഭിക്കുന്നത്. രണ്ടുപേരും ഒരേപോലെയാണ് ആ ബോളിലേക്ക് അപ്രോച്ച് ചെയ്തത്. കണ്ണൂരിന് അനുകൂലമായ ഫ്രീ കിക്ക് ആണ്. നേരത്തെ സിനാനെ വീഴ്ത്തിയ ബ്രില്യൻ ഹെഡർ. അത് സേവ് ആണോ ക്രോസ് ബാർ ആണോ എന്ന് തീരുമാനിക്കാൻ വരട്ടെ. അത് ഒരു പക്ഷേ സത്യത്തിന്റെ കയ്യിൽ അത് ഫിംഗർ ടിപ്സിൽ അടിച്ചിട്ടുണ്ടാകാം. വിരൽ തുമ്പുകൾ. യെസ്, ഫിംഗർ ടിപ്പ് സേവ് നമ്മൾ അറിയും. ആൻഡ് ചാൻസ് അഗൈൻ. ഓ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് സാഡിനേറോ. കാരണം പന്ത് കിട്ടി കൃത്യമായി ബോക്സിനകത്ത് നല്ല റൈറ്റ് ഫുട്ടർ അടിക്കാൻ സെറ്റ് ആയതാണ്. മുന്നിലേക്ക് പന്ത് ചോദിക്കുകയാണ്. അവിടെ ഷാഫി ആൻഡ് അസറാണ് പന്തുമായി മുന്നേറുന്നത്. നല്ലൊരു ക്രോസ്, ഗോൾ നമ്പർ 3. കണ്ണൂരിന്റെ അവശതകളിലേക്ക്, കണ്ണൂരിന്റെ വിവശതകളിലേക്ക് വീണ്ടും ഓട്ടമറുടെ പ്രഹരം. ഓട്ടമർ എന്ന അവരുടെ ഏറ്റവും മികച്ച ബ്രസീലിയൻ സ്ട്രൈക്കർ മൂന്നാമത്തെ ഗോളും നേടുമ്പോൾ ഇറ്റ് ഈസ് തിരുവനന്തപുരം കൊമ്പൻസ് 3 കണ്ണൂർ വാരിയേഴ്സ് 0. കൊമ്പൻസ് അടിച്ച് പെരുക്കുകയാണ് കണ്ണൂർ വാരിയേഴ്സിനെതിരെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ. അതിന്റെ ഫ്രസ്ട്രേഷൻ സ്വാഭാവികം. അതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം 3 എണ്ണം വാങ്ങി, ഹോം മാച്ചിൽ 3 എണ്ണം വാങ്ങി നിൽക്കുകയാണ് കണ്ണൂർ വാരിയേഴ്സ്. 86 മിനിറ്റുകൾ കഴിയുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് അവിശ്വസനീയമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുകയാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ എവേ ഗെയിമിൽ അഗെയിൻസ്റ്റ് കണ്ണൂർ വാരിയേഴ്സ്. ഇത് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കണ്ണൂർ വാരിയേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് കാർഡ്, യെസ്. വലതു ഭാഗത്തേക്ക് നല്ലൊരു പന്ത് അസറിലേക്ക് വരുന്നു. അസർ, നല്ല ട്രൈ, ഗുഡ് ട്രൈ. ആദ്യം അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കണ പോലെ തോന്നിപ്പിച്ചു. ദെൻ പോസ്റ്റിലേക്ക് തന്നെ ട്രൈ ചെയ്തു അസർ. ഗോകുലിന്റെ മുന്നേറ്റം, പുറകിൽ നിന്ന് ടാക്കിൾ ചെയ്യാൻ നോക്കുകയാണ് മോട്ട. ഒരു ഫ്രീ കിക്ക് കൺസീഡ് ചെയ്യുന്നു.
Asier Gomez, free kick for Kannur. Asier Gomez in the ball. Oh, what a brilliant free kick. This is Asier Gomez for you. 98 മിനിറ്റുകൾ പിന്നിടുകയാണ് ഈ മത്സരം. SLK രണ്ടാം സീസണിലെ ഏറ്റവും മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോൾ ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നു. അതും കണ്ണൂരിന്റെ 10ാം നമ്പറുകാരൻ അസിയർ ഗോമസിലൂടെ. So final whistle മുഴങ്ങുന്നു കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ. So full time here in the Jawahar Stadium. It is the home team Kannur Warriors 1 and the Thiruvananthapuram Kombans 3.